ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അതിന് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കോട് SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ആ ഒരു വീഡിയോ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ. അപ്പം ഞാൻ മക്കൾക്കന്ന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഒന്ന് ഫ്രീ ആയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിന്. അത് ദ്വാനൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അവരൊക്കെ ഒന്ന് സെറ്റാക്കി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അന്നത്തെ ദിവസം രാവിലെ ഒന്നും മഴയില്ല, അതിന് ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം റെയിനി സീസൺ ആണല്ലോ. അപ്പം ഞാൻ അവരൊക്കെ ഒരുക്കി ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ് 9:10 കേട്ടോ വരിക. അപ്പം അന്ന് കുറച്ച് നേരത്തെയാണ്. അപ്പം ദുവാനൊക്കെ ഒന്ന് സെറ്റാക്കി ഓക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. അതായത് ബസ് കയറ്റാൻ കേട്ടോ. ബസ് കയറ്റാൻ കുറച്ച് നമ്മളെ വീടിൽ നിന്ന് കുറച്ച് ഒരു 2-3 അടി മുമ്പോട്ട് നിൽക്കണം കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ അവിടേക്കാണ് ബസ് വരിക. അപ്പോൾ ദുവാനെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട്. കാരണം ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ഡോറ് തുറന്നിട്ട് പുറത്ത് പോയാൽ അപ്പേക്കോൾ അറിയും കേട്ടോ. അപ്പേക്ക് പുറകെ വരും. ഓക്കെ, ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണം. ഉള്ളിൽ ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഇടുങ്ങേറാക്കലാണ് കേട്ടോ പുറത്തു പോകാൻ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ ഇറക്കും കേട്ടോ. മഴത്തൊക്കെ കളിക്കാൻ നല്ല ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ നമ്മൾ SM സ്ട്രീറ്റ് പോകണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ എനിക്ക് മേടിക്കണം. പിന്നെ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട് കൂടെ. അവൾക്ക് എന്തൊക്കെയോ സാധനം വാങ്ങിക്കാണ്ട്, സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലോത്തും കാര്യമൊക്കെ എടുക്കാണ്ട് കേട്ടോ. അപ്പം കൂടുതലും കോഴിക്കോട് നിന്നാണ് എടുക്കൽ, കസവ് കേന്ദ്രം നിന്നാണ് ക്ലോത്ത് എടുക്കൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റോഡ് പണി എടുക്കുന്നതും കൊണ്ട് റോഡാകെ അലമ്പായി കിടക്കുകയാണ് കേട്ടോ. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അത് മഴയാണല്ലോ. അങ്ങനെ അവരൊക്കെ ബസ് കയറ്റി വിട്ട് ഞാൻ വേഗം പോയി ചായ കുടിച്ചെന്ന് 10 ബീഫ് കറിയാണ് കേട്ടോ. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് ബീഫ് ഇപ്പോൾ കഴിഞ്ഞ്, അന്ന് ഇത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞാൻ എല്ലാവരും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കൽ. അങ്ങനെ ഞങ്ങൾ നേരെ കസവസ് കേന്ദ്രയിൽ പോയി. അവിടുന്ന് ഞങ്ങൾ എന്താ പറയുക ഡ്രസ്സിനുള്ള ക്ലോത്തൊക്കെ എടുത്തിട്ടോ. അതൊക്കെ സെറ്റാക്കി ലാസ്റ്റാണ് SM സ്ട്രീറ്റിൽ വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മഴയൊന്നുമില്ല. ഇനി അതുകൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുൻപാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട്. അന്ന് ഞാനൊരു ഷോപ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. SM സ്ട്രീറ്റ് തന്നെയുള്ളൊരു സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് കേട്ടോ. അവിടെ അഫോർഡബിൾ പ്രൈസിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഡ്രസ്സസ്, ബാഗ്, ടോയ്, നമ്മളെ ജ്വല്ലറി ഐറ്റംസ് എല്ലാ സാധനവും അതിലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം മേടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒരു സ്ഥലത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് മേടിക്കാം കേട്ടോ. അതുകൊണ്ട് നല്ല റേറ്റ് കുറവുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ഒരുപാട് ഡ്രസ്സ് കാര്യമൊക്കെ എടുത്തപ്പോൾ ഇതുവരെ അങ്ങനെ ഒന്നും ആയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ഇതാവുന്നില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ കുട നോക്കാൻ വിചാരിച്ച്. സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും കുട കാര്യങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒക്കെ നോക്കി. പ്രൈസൊക്കെ ഭയങ്കര ലോ ആണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് മുക്കത്തൊക്കെ ഞങ്ങൾ നോക്കിയപ്പം 600-700 രൂപ ഒരു കുടയ്ക്ക്. ഇവിടെ 300 സംതിങ് ഒക്കെ ഉള്ളൂ കേട്ടോ. അത് നല്ല അതേപോലത്തെ കുട തന്നെ, ബ്രാൻഡ് സാധനം തന്നെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മക്കൾക്കുള്ള ബാഗും സ്കൂൾ ബാഗില്ലേ അത് നോക്കുകയാണ് ഓളെ കുട്ടിക്ക് വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ ഞാൻ ഓൾറെഡി വാങ്ങിക്കണം. എൻ്റെ ഒക്കെ കഴിഞ്ഞ് പർച്ചേസും കാര്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ കൂടുതൽ സാധനം മേടിക്കാനെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ഡെയിലി വേഴ്സ് അതാണ് എനിക്ക് കൂടുതലും വാങ്ങാണ്ടായിരുന്നു. കാരണം മോള് സ്കൂൾ പോകുന്നതിനുണ്ടല്ലോ ഓളെ ഉള്ളിൽ ഇതൊക്കെ വേണം, ചെറിയ ട്രൗസേഴ്സ് ഇല്ലേ അതേ ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ എനിക്കൊരു സൈഡ് ബാഗ് കിട്ടണം, ഹാൻഡ് ബാഗ്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ 150 രൂപയുള്ളൂ കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ പർദ്ദക്കും അതേപോലെ ജീൻസ് ടോപ്പിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ചെറിയ നല്ല എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ബാഗൊക്കെ ഉണ്ട് കേട്ടോ, സൈഡ് ബാഗ്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല വലിയ ബാഗ് തന്നെ വേണം. എനിക്ക് വലുതായിട്ടുള്ളൊരു ഹാൻഡ് ബാഗ് ഉണ്ട്, അതുകൊണ്ട് അത് മേടിക്കുന്നില്ല. ഞാൻ സിമ്പിളായിട്ടുള്ള, അതായത് പുറത്തൊക്കെ നമുക്ക് തനിയെ പോകുന്ന സമയം ഉണ്ടാകില്ല, ആ സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു ബാഗാണ് നോക്കുന്നത്. ഈ ഒരു ബ്ലാക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചങ്ങല പൊട്ടുമോയെന്ന് സംശയം. കാരണം ഞാൻ ദുബായിൽ നിന്ന് വരുന്നതെന്ന് ഇങ്ങനത്തെ ചങ്ങലേൻ്റെ വാങ്ങിയിട്ട് പൊട്ടിപ്പോയി. പക്ഷെ ഞാൻ 2 ഇയർ അത് യൂസ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും എന്താ പറയുക ലോങ് നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ബാഗ്. പിന്നെ എനിക്ക് പെട്ടെന്ന് ബാഗിൻ്റെ ഒരു ആവശ്യം വരലില്ല. എൻ്റെ കൂടുതൽ അങ്ങനെ കേടാവലൊന്നുമില്ല കേട്ടോ. കൂടുതലും പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ബട്ടൺസ് ഇല്ല, അതാണ് കേടായി പോകുന്നത് എൻ്റെ കൂടുതൽ ബാഗിൻ്റെ കേട്ടോ.
പിന്നെ അപ്പം ഞാനൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനൊരു 300-250 ആ റേഞ്ചിലുള്ളൊരു ബാഗ് എടുത്തു കേട്ടോ. വലിയ പ്രൈസൊന്നുമില്ല, നല്ല ക്വാളിറ്റി ബാഗുകളുമാണ്. ലോ പ്രൈസാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഇത് ലോക്കലാണ്, അങ്ങനെ അതൊന്നല്ല കേട്ടോ, നല്ല ബാഗാണ്. കുറേ നേരം തിരഞ്ഞ് നിന്നപ്പോൾ എനിക്കൊരു ബാഗ് കിട്ടിയിട്ടോ. ഞാൻ എടുക്കുന്നതൊക്കെ എനിക്കുള്ള കളേഴ്സുകളാണ്. ഈ ഒരു കളറില്ലേ, ഇത് എനിക്കുണ്ട് ഈ ഒരു കളറിലൊരു ബാഗ് കിട്ടും. കിട്ടുന്നതൊക്കെ അങ്ങനത്തെ ഒരു കളറിലാണ്. പിന്നെ ആഷ് ഒക്കെ എനിക്കുള്ള കളറാണ്. പിന്നെ അവസാനം ഞാൻ എടുത്തത് ബ്ലാക്ക് ഒരു കളറാണ് കേട്ടോ. ബ്ലാക്ക് കളറുള്ള ബാഗാണ്. ഇതല്ല, ഇത് ചങ്ങല വരുന്നതും കൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് നമുക്കൊരു കുടയെങ്കിലും വെക്കാനുള്ള സ്പേസ് വേണം ബാഗിനെന്ന് വിചാരിച്ചിട്ട്. ഇത് അത്ര സ്പേസ് ഇല്ല ഉള്ളിൽ. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിന്. ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് വെറും 250-300 രൂപക്കാണ് കേട്ടോ. പിന്നെ 150 ഒക്കെ ഉണ്ട്. സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിന് ഡെയിലി വേഴ്സിൻ്റെ അടുത്തൊക്കെ അതിന് കേട്ടോ. ആ ഒരു സെക്ഷനിലൊക്കെ അതിനും ഡെയിലി കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ട്രൗസേഴ്സൊക്കെ ആണ് കേട്ടോ. 5 എണ്ണത്തിന് 100 രൂപയാണ്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ല, ദുവാൻ്റെ ഒക്കെ പ്രായമുള്ള ആ കുട്ടികൾക്കൊക്കെ ഉള്ള ട്രൗസേഴ്സും ടീഷർട്ട്സും ഒക്കെ ആണ് കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അതിൽ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് പിന്നെ പോയിട്ടുണ്ടതിന് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പുകൾ ഉണ്ടാവില്ല, ടോപ്സ്, ആ ഒരു സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. ഇതിന് വരുന്നത് 2 എണ്ണത്തിന് 500 രൂപയാണ്. അത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല എന്താ പറയുക, ക്ലോത്തൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലോത്തൊക്കെ ആണ്. പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഞങ്ങൾ സെക്ഷൻ പോയിട്ടുണ്ടതിന് ജീൻസിൻ്റെ ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ജീന് നോക്കാൻ. അപ്പോൾ ജീൻസിന് വരുന്നത് 599 രൂപയാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ ഒന്ന് ഞാനും എടുത്ത് ഓളും എടുത്തിട്ടോ. പിന്നെ നോക്കാനെന്ന് ആക്സസറീസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച്. ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാവില്ലേ, ഹെയർ ആക്സസറീസും അതേപോലെ മാല, വള, ജസ്റ്റ് ഇങ്ങനെ കണ്ണോടിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഈ കുഞ്ഞു ഹെയർ ബാൻഡ്സൊക്കെ കണ്ടാൽ ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ്. പക്ഷേ അതൊന്നും തലയിൽ വെക്കൂല, മിനായും വെക്കൂല. മിന ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ വെച്ച് കൊടുക്കെങ്കിലും ആൾ സ്കൂൾ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ തലയിൽ. അപ്പോൾ പറയും എനിക്കൊന്നും വെച്ച് തരണ്ടാന്ന്. അപ്പോൾ ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും മേടിച്ചില്ല. ഇഷ്ടമാണ് വെച്ചെടുക്കാനൊക്കെ. പിന്നെ എന്താ പറയുക, ദുവാക്കൊക്കെ വെച്ച് കൊടുത്താലും കുറേ ഇങ്ങനെ ഊരിക്കളയും കേട്ടോ. ഹെയർ ബാൻഡ് ആയാലും ഒക്കെ ഊരിക്കളയും. പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ ജാബി വന്നെന്ന് കുറേ ക്ലിപ്സും കാര്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ട്. പിന്നെ അതിന് മുമ്പ് മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ. അതുകൊണ്ട് പിന്നെ അതുമ്മക്കൊന്നും ഞാൻ പോയില്ല. കുറേ ഇങ്ങനെ കണ്ണോടിച്ചങ്ങ് പോയി എന്നല്ലാതെ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ പാസ് ചെയ്ത് പോയതാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിരിക്കുന്നു, കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഇതേ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സാധനങ്ങളാണ്. കമ്മലിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടിരിക്കാൻ തന്നെ. ആ സെക്ഷനിലൊക്കെ ഞാൻ അങ്ങനെ പോയില്ല, അവിടെ ഭയങ്കര തിരക്കൈനും. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് വാങ്ങിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ബില്ല് ഇവിടെ കാണിക്കണം കേട്ടോ. ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ കളവ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബില്ല് മസ്റ്റായിട്ട് നമ്മൾ കാണിക്കണം എന്തൊക്കെ പ്രൊഡക്റ്റ് എടുത്ത് എന്നുള്ളതിൻ്റെ. പിന്നെ പോയിട്ടുണ്ട് അടുത്ത ഷോപ്പിൽ കഴിഞ്ഞു കേട്ടോ, ചെരുപ്പ് മേടിക്കാൻ. ചെരുപ്പ് ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നല്ലതൊന്നും കാണാനായിട്ട് പിന്നെ തൊട്ടടുത്ത വേറൊരു ഷോപ്പിൽ കയറിയതാണ്. ഓളെ മോക്ക് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. അത് തന്നെ ഡെയിലി വേഴ്സാണ് കേട്ടോ. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചപ്പൽസാണ് എടുത്തത്. അങ്ങനെ അവിടുത്തെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഈവനിങ് സ്നാക്സൊക്കെ കഴിച്ച് ചായയും എന്താ പറയുക അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ വീട്ടിലെത്തിയത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ വീഡിയോ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്